ഇസ്രയേൽ ഗസ യുദ്ധത്തിൽ ഇന്ത്യ ആർക്കൊപ്പമാണ്? ഇപ്പോൾ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഇസ്രയേലിനൊപ്പമല്ല, ഇന്ത്യ പലസ്തീനോടൊപ്പം തന്നെ. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലാണ് ഇന്ത്യ നിലപാട് പ്രഖ്യാപിച്ചത്. ഇസ്രയേലിനെതിരായ 2 പ്രമേയങ്ങളെ ഇന്ത്യ അനുകൂലിച്ച് വോട്ട് ചെയ്താണ് നിലപാട് പ്രഖ്യാപിച്ചത്. പലസ്തീൻ അധിനിവേശം ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ് ഒന്നാമത്തെ പ്രമേയം. രണ്ടാമത്തെ പ്രമേയം സിറിയയിലെ ഗോലാനിൽ നിന്നും ഇസ്രയേൽ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും. ഈ 2 പ്രമേയങ്ങളും ഇന്ത്യ അനുകൂലിച്ച് വോട്ടിട്ടു. പലസ്തീൻ സംഘർഷം സമാധാനപരമായി ഒത്തുതീർപ്പാക്കണമെന്നാണ് പ്രമേയം ആവശ്യപ്പെടുന്നത്. സെനഗലാണ് ജനറൽ അസംബ്ലിയിൽ ഈ പ്രമേയം അവതരിപ്പിച്ചത്. 1967 മുതൽ അധിനിവേശം നടത്തിയ മുഴുവൻ പലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രയേൽ പിൻവാങ്ങുകയെന്ന ആവശ്യമാണ് പ്രമേയം ഉയർത്തുന്നത്. കിഴക്കൻ ജെറുസലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് ഇസ്രയേൽ അധിനിവേശം നടത്തിയിട്ടുള്ളത്. പശ്ചിമേഷ്യയിൽ സമഗ്രവും നീതിപൂർവവും ശാശ്വതവുമായ സമാധാനം സ്ഥാപിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. 193 അംഗസഭയിൽ 157 രാജ്യങ്ങളാണ് പ്രമേയത്തെ അനുകൂലിച്ചത്. അമേരിക്ക, അർജന്റീന, ഹംഗറി, ഇസ്രയേൽ, മൈക്രോനേഷ്യ, നൗറു, പലാവു, പാപ്പുവ ന്യൂഗിനിയ എന്നീ 8 രാജ്യങ്ങളാണ് എതിർത്ത് വോട്ട് ചെയ്തത്. കാമറൂൺ, ചെക്കിയ, ഇക്വഡോർ, ജോർജിയ, പരാഗ്വേ, യുക്രൈൻ, ഉറുഗ്വേ എന്നീ രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അതിനിടെ ജനുവരി 20-ന് മുമ്പ് ഗസയിലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണമെന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ട്രംപ്. അതായത് അമേരിക്കയുടെ പ്രസിഡന്റായി താൻ അധികാരമേൽക്കും മുമ്പ് ബന്ദികളെ വിട്ടയക്കണമെന്നാണ് ട്രംപിന്റെ അന്ത്യശാസന. നവംബർ 5-ന് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം ഗസ വിഷയത്തിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും കടുത്ത നിലപാടാണിത്. ഗസയിൽ വെടിനിർത്തലിനായി ട്രംപ് നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന എത്തിയത്. ബന്ദികളെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷേ സംസാരം മാത്രമേയുള്ളൂ, നടപടി ഉണ്ടാകുന്നില്ല. അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന 2025 ജനുവരി 20-ന് മുമ്പ് ബന്ദികളെ വിട്ടയക്കണം. ഇല്ലെങ്കിൽ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും. ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചു. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരാളും നേരിട്ടിട്ടില്ലാത്ത ശക്തമായ നടപടിയുണ്ടാകും. ഉടൻ ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രസിഡന്റ് ഇസ്ഹാക്ക് ഹെർസോഗ് രംഗത്തു വന്നു. നാട്ടിൽ തിരിച്ചെത്തുന്ന സഹോദരന്മാരെയും സഹോദരിമാരെയും കാണാനായി തങ്ങൾ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കുറിച്ചു. കഴിഞ്ഞ ദിവസം ബന്ദിയുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിരുന്നു. 20-കാരനായ ഏദൻ അലക്സാണ്ടറിന്റെ വീഡിയോയാണ് പുറത്തുവിട്ടത്. അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള ഇയാൾ ഗസ അതിർത്തിയിൽ സൈനിക സേവനത്തിലിരിക്കെയാണ് ഒക്ടോബർ 7-ന് ബന്ദിയാക്കപ്പെട്ടത്. 3.5 മിനിറ്റ് നീണ്ടുനിൽക്കുന്ന വീഡിയോയിൽ തന്നെ തിരികെ എത്തിക്കാൻ ഇസ്രായേൽ സർക്കാർ നടപടിയെടുക്കണമെന്ന് ഏദൻ ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ തങ്ങളെ മോചിപ്പിക്കുന്നതിനായി നടപടിയെടുക്കാൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി ചർച്ച നടത്താൻ നിങ്ങളുടെ സ്വാധീനവും അമേരിക്കയുടെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കണം. US പ്രസിഡന്റ് ജോ ബൈഡൻ ചെയ്ത തെറ്റുകൾ താങ്കൾ ആവർത്തിക്കരുത്. അദ്ദേഹം അയച്ച ആയുധങ്ങൾ ഇപ്പോൾ ഞങ്ങളെ കൊല്ലുകയാണ്. നിയമവിരുദ്ധമായ ഉപരോധം ഞങ്ങളെ പട്ടിണിക്കിടുന്നു. സഹ US പൗരനായ ഗോൾഡ്ബർഗ് പോളിനെപ്പോലെ മരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അലക്സാണ്ടർ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ പോസ്റ്റ് വന്നത്.